എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം അധ്യായം 15 ശ്ലോകം 23, 24, 25, 26, 27 5 ശ്ലോകങ്ങള് ഇന്ന് നമുക്ക് നോക്കാം. ഭഗവാന്റെ ഉദ്ധവോപദേശം തുടരുന്നു. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോക 23. പരകായം വിശൻ സിദ്ധ ആത്മാനം തത്ര ഭാവയേത് പിണ്ഡം ഹിത്വാ വിശേൽ പ്രാണോ വായുഭൂത ഷഡംഗ്രിവത്. മറ്റൊരു ശരീരത്തിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന യോഗി തന്റെ ധാരണാ സാമർഥ്യത്താൽ താൻ അന്യ ശരീരത്തിൽ ഇരിക്കുന്നുവെന്ന് ദൃഢമായി ധ്യാനിക്കണം. അപ്പോ പ്രാണപ്രധാനമായിരിക്കുന്ന ലിംഗശരീരമാകുന്ന ഉപാധിയോടുകൂടി ആത്മാവ് ബാഹ്യവായുവിനോട് കൂടിച്ചേർന്ന് ഏതൊരു ശരീരത്തിൽ പ്രവേശിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവോ ആ പ്രാണിയുടെ മൂക്കിനുള്ളിൽ കൂടി ഹൃദയത്തിലേക്ക് കടക്കുന്നു. ഒരു പൂവിലിരിക്കുന്ന വണ്ട് അതിലെ വാസന എടുത്തുകൊണ്ട് മറ്റൊരു പൂവിൽ പ്രവേശിക്കുന്നത് പോലെ സൂക്ഷ്മ ശരീരത്തെ അവലംബിച്ചുകൊണ്ട് മറ്റൊരു ദേഹത്തിൽ പ്രവേശിക്കാൻ യോഗിക്ക് സാധിക്കും. സൂക്ഷ്മ ശരീരത്തിന്റെ നിലനിൽപ്പും പ്രാണനിലാകയാൽ പ്രാണനില സ്വാധീനപ്പെടുത്തിയ യോഗിക്ക് ഇത് സാധ്യമാകുന്നു. പാർഷ്ണ്യാപീഡ്യഗുദം പ്രാണം ഹൃദുര കണ്ഠമൂർധസു ആരോപ്യ ബ്രഹ്മരന്ധ്രേണ ബ്രഹ്മനീതോത്സൃജേൽ തനും. യോഗിക്ക് ഇച്ഛിക്കുമ്പോൾ മരിക്കാനും കഴിയും എന്നത് വിവരിക്കുകയാണ് ഈ ശ്ലോകത്തില്. കുതികാൽ കൊണ്ട് ഗുദദ്വാരത്തെ, അതായത് മലദ്വാരത്തെ അടച്ച് പ്രാണവായുവാകുന്ന ഉപാധിയോടുകൂടിയ ആത്മാവിനെ ഹൃദയത്തിലേക്കും അവിടെ നിന്ന് മാറിടത്തിലേക്കും, അതായത് അനാഹതം എന്ന ചക്രത്തിലേക്കും, അവിടെ നിന്ന് തൊണ്ടക്കുഴി വിശുദ്ധി ചക്രത്തിലേക്കും, പിന്നെ ഭ്രൂമധ്യത്തിലെ അതായത് ആജ്ഞാചക്രത്തിലേക്കും കയറ്റി അവിടെ നിന്ന് ദ്വാദശാന്തം എന്ന് പറയപ്പെടുന്ന ശിരോമധ്യത്തിൽ കയറ്റി നിർത്തിയിട്ട് അവിടെയുള്ള ബ്രഹ്മരന്ധ്രം എന്ന് പറയപ്പെടുന്ന ദ്വാരത്തിൽ കൂടി സർവവ്യാപകമായിരിക്കുന്ന ബ്രഹ്മ തേജസ്സിൽ ജീവകലയെ യോജിപ്പിച്ച് ശരീരത്തെ ഉപേക്ഷിക്കാം. ഏതു ലോകത്തിലോ ഏതു രൂപത്തിലോ പ്രവേശിക്കണമെന്ന് ഇച്ഛിക്കുന്നുവോ അതിൽ ചേർന്നുകൊണ്ട് ഈ ദേഹത്തെ ഉപേക്ഷിക്കാൻ കഴിയും. ഇതാണ് ഇഷ്ടം പോലെ മരിക്കാനുള്ള മാർഗം, അതായത് സ്വച്ഛന്ത മൃത്യുത്വം. വിഹരിഷ്യൻ സുരാക്രീഡേ മത്സ്ഥം സത്വം വിഭാവയേൽ വിമാനേനോപതിഷ്ഠന്തി സത്വവൃത്തി സുരസ്ത്രീയ. ദേവന്മാരുടെ പൂങ്കാവിൽ കളിക്കാൻ ആഗ്രഹിക്കണു എങ്കിൽ എന്റെ ഉപാധിയായിരിക്കുന്ന ശുദ്ധ സത്വത്തെ ധ്യാനിച്ചാൽ സത്വാംശത്തിൽ നിന്ന് ഉത്ഭവിച്ചതായ ദേവസ്ത്രീകൾ വിമാനത്തോടുകൂടി വന്ന് സമീപത്തിൽ നിൽക്കും. അവരോടൊരുമിച്ച് വിമാനത്തിലിരുന്ന് ദേവന്മാരുടെ ഉദ്യാനത്തിൽ ചെന്ന് കളിക്കുകയോ അവരുടെ കളി കാണുകയോ ഇഷ്ടപ്രകാരം ചെയ്യാൻ സാധിക്കും. യഥാ സങ്കൽപ്പയേൽ ബുദ്ധ്യ യഥാ വാ മൽപരപ്പുമാൻ മയി സത്യേ മനോയുഞ്ജൻ തഥാ തൽസമുപാശ്നുതേ. സത്യസങ്കല്പനായ എന്നിൽ സ്ഥിരനായിരിക്കുന്ന പുരുഷൻ എപ്പോൾ എന്ത് സങ്കല്പിക്കുന്നുവോ അപ്പോൾ അവന്റെ മനസ്സ് അതായി പരിണമിക്കുന്നു. സർവസിദ്ധികളെയും സർവാഭിഷ്ടങ്ങളെയും നൽകുന്നവൻ ഞാനാകുന്നു എന്ന ദൃഢവിശ്വാസം അവനുണ്ടാവണം എന്ന് മാത്രം. അതിനനുസരിച്ച് കൊണ്ട് എല്ലാം സിദ്ധിക്കും. ഇതാണ് സങ്കല്പസിദ്ധി. യോ വൈ മൽഭാവമാവന്ന ഈശിതുർവശിതുഃപുമാൻ കുതശ്ചിൻ ന വിഹന്യേത യസ്യ ചാജ്ഞാ യഥാ മമ. സർവനിയന്താവും സ്വതന്ത്രനുമായിരിക്കുന്ന എന്നിൽ ധ്യാനവിശേഷത്താൽ അഭേദം പ്രാപിച്ചിരിക്കുന്ന പുരുഷനെ തടസ്സപ്പെടുത്താൻ ഒന്നിനും കഴിയില്ല. അവന്റെ ആജ്ഞ എന്റെ ആജ്ഞ പോലെ തന്നെ. അവൻ സങ്കല്പിക്കുന്നത് എന്തായാലും അവനത് അനുഭവമായി വരും. ഇതാണ് ആജ്ഞ എന്ന സിദ്ധി. ഇനിയും സിദ്ധികളെ പറ്റി പറയുന്നുണ്ട്. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.